ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ നമുക്കിവിടെ തൊട്ടടുത്തേക്ക് പോയാൽ മതി. ഷാപ്പിലെ ഫുഡ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് തന്നെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തിരുവനന്തപുരം പുഞ്ചക്കരിയിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 7 സെൻറ്റിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമും 2 കിച്ചണും കൂടെ ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പുഞ്ചക്കരിയിലാണ്. അതായത് പുഞ്ചക്കരി നമ്മുടെ ഷാപ്പിൻ്റെയൊക്കെ അവിടെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ചോദീസ് റോയൽ വില്ലാസ് എന്ന് പറഞ്ഞൊരു വില്ല പ്രോജക്റ്റ് കാണാം. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് നമുക്ക് ആ ഒരു കോൺക്രീറ്റ് റോഡാണ് ഇതാ ഈ കാണുന്നത്. നല്ല വീതിയുള്ള റോഡാണ് ഇത്. വന്നിട്ട് കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടേജ് ആണ്. അതിങ്ങനെ കയറി വരുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കാണാൻ സാധിക്കും. അതിലെ ആദ്യത്തെ വില്ലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇവരുടെ തന്നെ ഈ സെയിം ബിൽഡേഴ്സിൻ്റെ തന്നെ ഷെഫിൻ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നേരത്തെ ഒരു വീട് നമ്മൾ തൊട്ട് താഴത്തെ പ്രോജക്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം കുറേയധികം വീടുകളായി, അതെല്ലാം സെയിലായി. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് അവരെടുത്തിട്ടുള്ള അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ അതിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ കുറേ കൂടെ ഉയർന്നിരിപ്പുണ്ട്. നമുക്കിതാ ഈ കാണുന്നത് പോലെ റോഡ് ലെവലിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇതിനകത്ത് ഇനി വേറെയും പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള വീടുകൾ ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് 5 മീറ്റർ വിഡ്ത്തിലുള്ള റോഡാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഈ റോഡ് ഇതിൻ്റെ പണി ഫിനിഷ് ആവുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള പ്ലോട്ടുകളിൽ ഈ വീടുകളാവുന്നതിനനുസരിച്ചിട്ട് അത് നല്ല ടാർ ചെയ്തോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. വീടിന് ചുറ്റോട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കാരണം 7 സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ചുറ്റിലും നമുക്ക് നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടും. ഇതാ ഇവിടെ കാണുന്നിടത്തൊക്കെ നമുക്ക് ഗാർഡനിങ് വർക്കുകൾ ചെയ്യാവുന്നതാണ്. ആ സൈഡിലേക്കാണെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതൽ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് അതുവരേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡ് ഫുള്ളായിട്ട് പാർക്ക് ചെയ്യാം. അല്ലാണ്ട് ഇവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഈ ഭാഗത്ത് നോക്കി, ഇവിടെ ഒന്നും ടൈൽ ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗാർഡനിങ് ചെയ്യണമെങ്കിലോ പച്ചക്കറി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിലോ ആ രീതിയിൽ വീടിന് ചുറ്റും സ്ഥലം കിട്ടും. ഇനി കൃഷിയൊന്നും ചെയ്യേണ്ട, വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെയും കൂടെ ഒരു ഗേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 4 വണ്ടികൾ നമുക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കോമ്പൗണ്ടിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രോപ്പർട്ടിക്ക് ശരിക്കും 2 കിച്ചൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് നമുക്കത് 2 ആക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നും സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് മേളത്തെ യൂണിറ്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് കൊടുക്കാനും സാധിക്കും. ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നല്ല അത്യാവശ്യം വലിയൊരു വരാന്ത സ്പേസ് ആണുള്ളത്. വാതിലൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കിൻ തടിയിലാണ്. ഈ കാണുന്നത് പോലെ വാതിലും കട്ടളയും എല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെയുള്ള TV യൂണിറ്റ്, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെ പാർട്ടിഷൻ, 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂമിലെയും കബോർഡ്, ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് അതിൻ്റെ എല്ലാം കൂടെ ഫിനിഷ് ആകുമ്പോൾ ഉള്ള റേറ്റാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള വർക്ക് നമ്മൾ ഈ വീട് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കിച്ചണാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതുപോലൊരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഈ രീതിയിൽ മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചുറ്റോട്ടം ഞാൻ നേരത്തെ കാണിച്ചു തന്നാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ചുറ്റോട്ടം തന്നെയാണ് വീടിനുള്ളത്. ബാക്കിലായാലും അത് തന്നെയാണ്. വീടിൻ്റെ 2 വശങ്ങളിലും നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബെഡ്റൂമിനകത്ത് കബോർഡ് നിലവിൽ ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന വിലയാണ് പറയുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് അവർ കുറച്ച് തരുന്നുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. സുമാനിയുടെ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം വരുന്നത്. എന്തായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ മേളത്തെ നിലയിലും ബെഡ്റൂമിന്റെ പ്ലേസ്മെന്റ് ഈ സെയിം ലേ ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഈസിലി ഇതേ രീതിയിൽ തന്നെ നമുക്ക് മേളത്തെ നിലയിലും വരുന്നുണ്ടാവും. നമ്മുടെ സ്റ്റേഴ്സ് നോക്കിയാൽ സ്റ്റേഴ്സ് ഫുള്ളായിട്ട് വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് തേക്കിൻ തടിയിലാണ് നമുക്ക് ഈ കാണുന്ന സ്റ്റേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. GI പൈപ്പിൽ ഒരു ഫ്രെയിം ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ രീതിയിൽ സ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിലിങ്സ് ആയാലും വുഡിൽ നമ്മുടെ തേക്കിൻ തടിയിലും ഇതുപോലെ ഗ്ലാസ്സിൽ ടഫൻ്റെ ഗ്ലാസ്സിലുമാണ് ഈ ഒരു വർക്കും ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഇവിടെ കൂടെ നമ്മുടെ ടെറസിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മേളിൽ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കടുത്ത് കിച്ചൺ കാണാം. അതായത് താഴത്തെ നിലയിൽ കിച്ചൺ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുപോലെ നമുക്ക് ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ്, ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ടതുപോലെ 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് ഈ ഒരു നിലയിൽ വരുന്നത്.
ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം. അപ്പൊ ഈ 4 ബെഡ്റൂമുകളിലും കബോർഡ് വർക്ക്, അതുപോലെ തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ വർക്ക്, അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഉൾപ്പെടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വലിയൊരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മേളത്തെ നില നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെയർ കയറി വരുന്ന ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്താൽ മതിയാവും. അങ്ങനെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴി എൻട്രി പ്രൊവൈഡ് ചെയ്യാം. അപ്പം മേളത്തെ നില സെപ്പറേറ്റ് ആക്കി വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യതയുള്ള ലൊക്കേഷനാണ്. പുഞ്ചക്കരി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തിരുവല്ലമൊക്കെ കയറാൻ സാധിക്കും കേട്ടോ. ഇവിടെ നിന്ന് ബൈപ്പാസിൻ്റെ അവിടെ തിരുവല്ലത്തേക്ക് കയറാൻ ഏകദേശം 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ ഒത്തിരി അധികം സ്ഥാപനങ്ങളാണ് നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ക്രൈസ്റ്റ് നഗർ സ്കൂള്, അതുപോലെ തന്നെ എയ്സ് കോളേജ്, MG കോളേജ്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സീഡിറ്റ്, പിന്നെ നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തുടങ്ങിയ ഒത്തിരിയധികം സംരംഭങ്ങളെന്നല്ല സ്ഥാപനങ്ങളാണ് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളത്. അതുപോലെ നമ്മുടെ CG കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു കോംപ്ലക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ പുഞ്ചക്കരി ആ ടോഡി ഷോപ്പൊക്കെ വരുന്നിടത്തേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 700-800 മീറ്ററിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കിരീടം പാലം ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു സിനി ടൂറിസം പാർക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആഡ് ചെയ്തേക്കാം. നല്ല രസമായിട്ടാണ് ആ ഒരു ഏരിയയിലൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. ഇനി സിറ്റിയിലേക്ക് പോകാൻ വളരെ ഈസിയാണ്. ബൈപ്പാസിലേക്ക് ഈസിലി കയറാം. ആ രീതിയിലാണ് അക്സസിബിലിറ്റി വരുന്നത്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,35 ലക്ഷം രൂപയാണ്. ടോട്ടലായിട്ട് 7 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് സ്ഥലവില വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇതിന് തൊട്ട് താഴെയായിട്ട് ദേ കാണുന്ന ആ പ്രോജക്റ്റ് ഈ സെയിം ബിൽഡേഴ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ അവരുടെ ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് നിങ്ങൾക്ക് ചെന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഇവരുടെ തന്നെ നേരത്തെ ഇവരുടെ നിന്ന് പ്രോപ്പർട്ടി എടുത്തിട്ടുള്ള ആൾക്കാർ അവിടെ താമസമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വർക്ക് ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരിൽ കണ്ട് അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞ് ബോധ്യപ്പെടാൻ സാധിക്കും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,35 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നമ്മുടെ TV യൂണിറ്റ്, ഡൈനിങ് ഏരിയയുടെ പാർട്ടിഷൻ, അതുപോലെ തന്നെ 4 ബെഡ്റൂമുകളിലെയും കബോർഡ് വർക്ക്, ഇത്രയും കാര്യങ്ങളും കൂടെ അവർ ചെയ്തു തരുന്നുണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡിസൈൻ ചൂസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്.